Hi, myself CA Arvind VS. Welcome to my channel E-Ashan. CA, CMA, CS, ഇൻ്റർമീഡിയറ്റ് എക്സിക്യൂട്ടീവ് ലെവൽ, അതുപോലെ തന്നെ ഫൈനൽ ലെവലിൽ GSTയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് എക്സംഷൻസ് ഫ്രം GST. നമ്മൾ ഈ എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാറുണ്ട് എന്താണ്, നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ നമ്മൾ കൂടുതൽ പഠിക്കാറുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് GSTയിൽ ഏതാണ്ട് നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ഈ എക്സംഷൻസ് ഫ്രം GST. കഴിഞ്ഞ കാലങ്ങളിലെ, അതിപ്പോൾ CA ആവട്ടെ, CMA ആവട്ടെ, CS ആവട്ടെ, കഴിഞ്ഞ കാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമാവും. മഹാഭൂരിപക്ഷം തവണയും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെയിൻ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാമിനേഷന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനും സാധിക്കും. ശരി, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ വഴി ഈ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിപ്പോൾ 3 ലെവലിലുള്ള കുട്ടികൾക്കും, അതായത് 3 പ്രൊഫഷണൽ കോഴ്സ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും. എന്ന് മാത്രമല്ല, ഇതേ കാര്യം എക്സംഷൻസ് നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്ന അത്ര ഇൻഡെപ്തിൽ അല്ലെങ്കിൽ പോലും മറ്റ് ഡിഗ്രി PG കോഴ്സ് പഠിക്കുന്ന GST പഠിക്കുന്ന കുട്ടികൾക്കും ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ലെവലിൽ അറിവുള്ള ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്. സോ എന്തായാലും നമ്മളിപ്പോൾ ക്ലാസ് ഞാനിപ്പോൾ ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് CAയുടെയോ CMAയുടെയോ CSൻ്റെയോ സ്റ്റഡി മെറ്റീരിയൽ അല്ല. പകരം ഈ 3 സ്റ്റഡി മെറ്റീരിയലും കൂടി ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ അല്ലാതെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞാനിതിൻ്റെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് തുടർന്നും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നും GST ഇൻകം ടാക്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നും പഠിക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഐ കുഡ് അസിസ്റ്റ് യു. ഇത്തരം കോഴ്സുകൾ ക്ലിയർ ചെയ്യുന്നതിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എക്സംഷൻസ് ഫ്രം GST. എന്താണ് ഈ എക്സംഷൻ എന്നുള്ള ഒന്നാമത്തെ, ഏതാണ്ട് ഇപ്പോൾ GST പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം അറിയായിരിക്കും എന്താണ് ഈ എക്സംഷൻ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് സപ്ലൈ ചെയ്യപ്പെടുന്ന ഏതാണ്ട് എല്ലാം തന്നെ ഗുഡ്സ്, 99% മേളിൽ വരുന്ന ഗുഡ്സിനും അതുപോലെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന സർവീസസിൻ്റെ മേളിലും GST ചുമത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഏതാനും ചില ഗുഡ്സ്, അതായത് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, ഇങ്ങനെ ഒരു 6 ടൈപ്പ് ഗുഡ്സ് ഒഴികെ മറ്റെല്ലാ ഗുഡ്സിൻ്റെ മേളിലും എന്ത് വരുന്നുണ്ട്? GST വരുന്നുണ്ട്. GST ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 100% വരുന്ന സർവീസസിൻ്റെ മേളിലും GST ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഗുഡ്സിൻ്റെ മേളിലും സർവീസസിൻ്റെ മേളിലും GST ചുമത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല ഗുഡ്സിൻ്റെ മേളിലുള്ള GSTയും അല്ലെങ്കിൽ പല സർവീസസ് സപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള GSTയും സർക്കാർ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. സർക്കാർ പറയാണ്, നിങ്ങൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്താലും നിങ്ങൾ GST അടയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗുഡ്സ് സപ്ലൈ ചെയ്താലും നിങ്ങൾ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. സോ അത് ഏതൊക്കെയാണ് ഗുഡ്സ്, ഏതൊക്കെയാണ് സർവീസസ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിന് GST വേണ്ടാന്ന് വയ്ക്കാനുള്ള അവകാശം ഉണ്ടോ? അപ്പോൾ നമുക്കറിയാം, GST പിരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ GST വേണ്ടാന്ന് വയ്ക്കാനുള്ള അവകാശം ഉണ്ടോ? ശരിക്കും ഉണ്ട്. അപ്പോൾ GST പിരിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ പിരിക്കാനുള്ള അവകാശം വേണ്ടാന്ന് വയ്ക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? യെസ്, നമ്മുടെ സർക്കാരുകൾക്കുണ്ട്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചില ഗുഡ്സിൻ്റെ മേളിലുള്ള GST, ചില സർവീസസിൻ്റെ മേളിലുള്ള GST, അതിൻ്റെ മേളിൽ ലെവി ഉണ്ടായിട്ട് പോലും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. സോ അതാണ് എക്സംഷൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ, അതിപ്പോൾ CA ആവട്ടെ, CMA ആവട്ടെ, CS ആവട്ടെ, നമ്മുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ
ഗുഡ്സിനല്ല പ്രാധാന്യം കൂടുതൽ നൽകിയിട്ടുള്ളത്, പകരം സർവീസസിനാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കിയിരുന്നാലും ആ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. നമുക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്ത് പോയിരുന്നാലും കൂടുതലും സർവീസസിനെ ബേസ് ചെയ്താണ് നമ്മുടെ മെറ്റീരിയലെല്ലാം വന്നിട്ടുള്ളത്, എക്സാമിനേഷനെല്ലാം നടക്കുന്നത്. സോ നമുക്ക് ഏതൊക്കെ സർവീസസുകൾക്കാണ് ഇത്തരത്തിൽ എക്സംഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ശരി, അപ്പോൾ ഈ എക്സംഷൻ നൽകുന്നതിനെ പറ്റി അല്ലെങ്കിൽ GSTയിലുള്ള എക്സംഷനെ പറ്റി നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സോ അത് CGST നിയമത്തിലെ സെക്ഷൻ 11 ഈ എക്സംഷൻസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ പൂർണ്ണമായും പഠിക്കുന്ന ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്താണ്, സെക്ഷൻ 11 ബേസ് ചെയ്താണ്. സോ സെക്ഷൻ 11 പറയുന്നത് സർക്കാരെന്ന് ഉദ്ദേശിച്ച് CGST നിയമമാകുമ്പോൾ സർക്കാർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കേന്ദ്ര സർക്കാരിന്, സെൻട്രൽ ഗവൺമെൻറ്റിന് ചില സപ്ലൈകളുടെ മേളിലുള്ള GST വേണ്ടാന്ന് വയ്ക്കാനുള്ള അവകാശം ഉണ്ട്. പ്രൊവൈഡഡ് അതിന് ഗവൺമെൻറ്റിന് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ കൂടി കിട്ടിയിരിക്കണം. അപ്പോൾ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ചില നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സപ്ലൈകളുടെ മേളിലുള്ള GST വേണ്ട എന്ന് വെക്കുവാനുള്ള അവകാശം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ട്. സോ അത് ഏതൊക്കെ സപ്ലൈകളാണ് എന്നുള്ളത് ആ സെക്ഷനിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി ആ സപ്ലൈകളെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കാം. സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ്. ശരി, അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് ഈ എക്സംഷൻ ഉണ്ടാവുക, ഈ എക്സംഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സർവീസ് എടുത്തിട്ട് അത് അതിന് GST ഇല്ല എന്ന് പറയുന്ന രീതിയാണോ? അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന എക്സംഷൻ പല രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ എക്സംഷൻ നൽകുക എന്നുള്ളത് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ എക്സംഷൻ എങ്ങനെയാണ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സംഷൻ പ്രധാനമായും 4 രീതിയിലാണ് എക്സംഷൻ നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത്. സോ എക്സംഷൻ ഒന്നാമത് പറയുന്നു, അത് നോക്കൂ, എക്സംഷൻ ടു സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ. അതായത് ഒരു പ്രവൃത്തിക്ക് എക്സംഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതിപ്പോൾ സപ്ലൈ ചെയ്യുന്ന ആൾ ആരോ ആവട്ടെ, ആ സപ്ലൈ സ്വീകരിക്കുന്ന ആൾ ആരോ ആവട്ടെ, അപ്പം നിങ്ങൾ ആ പ്രവൃത്തിക്കാണ് എക്സംഷൻ ഉള്ളത്. ഇതിന് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ എക്സംഷൻ ടു സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് ഇന്ന പ്രവൃത്തി ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. അത് ആര് ചെയ്താലും എക്സംപ്റ്റഡ് ആണ്. അതൊരു ഇൻഡിവിജ്വൽ ചെയ്താലും, HUF ചെയ്താലും, കമ്പനി ചെയ്താലും, ഗവൺമെൻറ്റുകൾ ചെയ്താലും ആ പ്രവൃത്തി ടോട്ടലി എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് എക്സംഷൻ ടു സ്പെസിഫൈഡ് ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. 2, എക്സംഷൻ ടു സ്പെസിഫൈഡ് സപ്ലയേഴ്സ്. അതായത് ചില പ്രവൃത്തികൾ എക്സംപ്റ്റഡ് ആവണമെങ്കിൽ, ഇപ്പോൾ ചില ഗുഡ്സ് ആവട്ടെ, ചില സർവീസസ് ആവട്ടെ, അത് എക്സംപ്റ്റഡ് ആവണമെങ്കിൽ അത് എ കാറ്റഗറി ഓഫ് സപ്ലയേഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. സ്പെസിഫിക് കാറ്റഗറി സപ്ലയേഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് എക്സംപ്റ്റഡ് ആവത്തുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സപ്ലൈകൾ ഒരു ഇൻഡിവിജ്വൽ ചെയ്താൽ മാത്രമേ എക്സംപ്റ്റഡ് ആവുള്ളൂ. എന്നാൽ അതേ സപ്ലൈ ചെയ്യുന്നത് ഒരു കമ്പനിയോ ഫേമോ ഗവൺമെൻറ്റോ ആണെങ്കിൽ എന്താവണമെന്നില്ല, എക്സംപ്റ്റഡ് ആവണമെന്നില്ല. അല്ലെങ്കിൽ ചില സപ്ലൈകൾ ഗവൺമെൻറ് ചെയ്താൽ മാത്രമേ എക്സംപ്റ്റഡ് ആവത്തുള്ളൂ, സാധാരണക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആവത്തില്ല. ദാറ്റ് ഈസ് എക്സംപ്ഷൻ റിലേറ്റഡ് ടു സ്പെസിഫിക് സപ്ലയേഴ്സ്. അപ്പോൾ അവിടെ ആ പ്രവൃത്തിക്കല്ല എക്സംപ്ഷൻ, ആ പ്രവൃത്തി ഒരു പർട്ടിക്കുലർ സപ്ലയർ ചെയ്യുമ്പോഴാണ് ഇത് എന്താവുക, എക്സംപ്റ്റഡ് ആവുക. ഇനി മൂന്നാമതൊരു കാര്യം പറയുന്നത് എക്സംപ്ഷൻ ടു സ്പെസിഫൈഡ് റെസിപ്പിയൻസ് എന്ന് വെച്ചാൽ ഇനി മറ്റ് ചില എക്സംപ്ഷൻസ് ഉണ്ട്. അത് ചില റെസിപ്പിയൻസിന് കിട്ടിയാൽ മാത്രമേ അതെന്താവൂ, ചില സ്പെസിഫിക് കാറ്റഗറി റെസിപ്പിയൻസിന് കിട്ടിയാൽ മാത്രമേ ആ സപ്ലൈകൾ എന്താവുകയുള്ളൂ, എക്സംപ്റ്റഡ് ആവുകയുള്ളൂ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സപ്ലൈ ഇപ്പോൾ ഗവൺമെൻറ്റിന് അങ്ങോട്ട് ചെയ്യുന്ന സപ്ലൈ ആണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സപ്ലൈ നമ്മൾ ഗവൺമെൻറ്റിനാണ് ചെയ്യുന്നത്, നമ്മളൊരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് സപ്ലൈ ചെയ്യുന്നു, അത് ഗവൺമെൻറ്റിനാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആവില്ല, നിങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്താൽ എക്സംപ്റ്റഡ് ആവില്ല. പക്ഷെ ഞാനോ നിങ്ങളോ അതൊരു ഗവൺമെൻറ്റിനോ ലോക്കൽ അതോറിറ്റിക്കോ പ്രൊവൈഡ് ചെയ്താൽ അതെന്താവും, എക്സംപ്റ്റഡ് ആവും. അവിടെയും ആ സപ്ലൈക്കും സപ്ലയർക്കും അല്ല പ്രാധാന്യം, അവിടെ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ആർക്കാണ്, റെസിപ്പിയൻറ്റിനാണ്. സോ 3 നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള എക്സംപ്ഷൻ ഉണ്ട്, സപ്ലയറെ ബേസ് ചെയ്തിട്ടുള്ള എക്സംപ്ഷൻ ഉണ്ട്, റെസിപ്പിയൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സംപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഇനി 4, എക്സംപ്ഷൻ ടു സ്പെസിഫൈഡ് സപ്ലയേഴ്സ് ആൻഡ് സ്പെസിഫൈഡ് റെസിപ്പിയൻറ്റ്. ഓക്കെ,
അത് ഒരു സ്പെസിഫൈ ആയിട്ടുള്ള സപ്ലയർ ഒരു സ്പെസിഫൈ ആയിട്ടുള്ള റെസിപ്പിയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ സപ്ലയർക്കും റെസിപ്പിയൻറ്റിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ സപ്ലയർ ആ പർട്ടിക്കുലർ സപ്ലൈക്ക് എക്സംഷൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലയർ ആരായിരിക്കണമെന്നും റെസിപ്പിയൻ്റ് ആരായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടാകും. ആ പർട്ടിക്കുലർ സപ്ലയർ ആ പർട്ടിക്കുലർ റെസിപ്പിയൻറ്റിന് സപ്ലൈ ചെയ്താൽ മാത്രമേ എക്സംഷൻ വരത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞു 4 രീതിയിലാണ് പ്രധാനമായും എക്സംഷൻ വരുന്നത്. ഒന്ന് പച്ചയ്ക്ക് ആക്ടിവിറ്റി, നേരിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് എക്സംഷൻ. ആ ഒരു പർട്ടിക്കുലർ സപ്ലൈ പറഞ്ഞിട്ടുണ്ടാകും, അത് ആർക്ക് എപ്പോൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്താലും എക്സംപ്റ്റഡ് ആയിരിക്കും. 2 സപ്ലയർ ബേസ്ഡ് എക്സംഷൻ, അത് ഇന്ന കാറ്റഗറിയിലുള്ള സപ്ലയർ ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആകും. ഇനി റെസിപ്പിയൻ ബേസ്ഡ്, സപ്ലൈ കിട്ടുന്നത് ഇന്ന റെസിപ്പിയൻ ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആകും. 4 സ്പെസിഫിക് സപ്ലയർ ആൻഡ് സ്പെസിഫിക് റെസിപ്പിയൻ്റ്, അതായത് സപ്ലയറും റെസിപ്പിയൻറ്റും ആരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സപ്ലൈകൾ എന്താവും, എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടായി എക്സംഷനെ പറ്റി നമ്മുടെ GST നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്. ഓക്കെ, നമ്മളത് പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. സെക്ഷൻ 11 CGST നിയമത്തിലെ സെക്ഷൻ 11ലാണ് എക്സംഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ IGST നിയമത്തിലും കുറച്ച് എക്സംഷൻസിനെ പറ്റി പറയുന്നുണ്ട്. IGST നിയമത്തിലെ സെക്ഷൻ 6ലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും CGST നിയമം തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫൈനൽ ലെവലിലേക്ക് വരുമ്പോൾ IGSTയിൽ നിന്നുള്ള 1-2 പോയിൻറ്റ്സ് കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ എക്സംഷൻ നൽകാനുള്ള അധികാരം സർക്കാരിന് നൽകിയിരിക്കുന്നത് CGST നിയമത്തിൽ എവിടെയാണ് പറഞ്ഞു, സെക്ഷൻ 11ലാണ്. ഈ സെക്ഷൻ 11 പ്രകാരം ഗവൺമെൻറ് പ്രധാനമായും എക്സംഷൻ പല രീതിയിൽ നൽകാറുണ്ട്. അതായത് ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ട് ആ നോട്ടിഫിക്കേഷനകത്ത് സപ്ലൈകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന സപ്ലൈകളെല്ലാം എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നോട്ടിഫിക്കേഷനകത്ത് ആക്ടിവിറ്റി ബേസ്ഡ് എക്സംഷൻ ഉണ്ടാവും, സപ്ലയർ ബേസ്ഡ് എക്സംഷൻ ഉണ്ടാവും, റെസിപ്പിയൻ ബേസ്ഡ് എക്സംഷൻ ഉണ്ടാവും, സപ്ലയർ ആൻഡ് റെസിപ്പിയൻ ബേസ്ഡ് എക്സംഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ തന്നെ അൺകണ്ടീഷണൽ എക്സംഷൻസ് ഉണ്ടാകും, കണ്ടീഷണൽ എക്സംഷൻസും ഉണ്ടാകും. അൺകണ്ടീഷണൽ എക്സംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടീഷൻസ് ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല. ആ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളിനി വേറെ ഒരു ക്രൈറ്റീരിയയും പാലിക്കേണ്ട ആവശ്യമില്ല, അത് ടോട്ടലി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി കണ്ടീഷണൽ എക്സംഷൻ, അതാണ് അൺകണ്ടീഷണൽ എക്സംഷൻ. ഇനി കണ്ടീഷണൽ എക്സംഷൻ എന്ന് വെച്ചാൽ ഈ എക്സംഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇന്ന കണ്ടീഷൻസ് എന്ത് ചെയ്യേണ്ടി വരും, പാലിക്കേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴിയാണ് പൊതുവേ ഒരു ആക്ടിവിറ്റിയെ എന്താവുക, ഒരു സപ്ലൈയെ എക്സംപ്റ്റഡ് ആക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ് ചില സ്പെഷ്യൽ ഓർഡർ വഴിയും എന്ത് ചെയ്യാറുണ്ട്, ചില പ്രത്യേക സർക്കംസ്റ്റാൻസസുകളിൽ എന്ത് ചെയ്യാറുണ്ട്, എക്സംഷൻ നൽകാറുണ്ട്. അത് ആവശ്യമാണെങ്കിൽ ഇവിടെ നമുക്ക് പറയുന്നത് ഗവൺമെൻറ് ഈസ് സാറ്റിസ്ഫൈഡ്, ഗവൺമെൻറ്റിന് തോന്നുകയാണ്, ഗവൺമെൻറ്റിന് മനസ്സിലാവുകയാണ് എന്താണ്, ഇറ്റ് ഈസ് നെസസറി ഇൻ ദി പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജന താല്പര്യാർത്ഥം. ഇറ്റ് മേ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി കൗൺസിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ GST കൗൺസിൽ. സോ ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുകയാണ് പൊതുജന താല്പര്യാർത്ഥം ചില ആക്ടിവിറ്റികൾക്ക് എക്സംഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ബൈ സ്പെഷ്യൽ ഓർഡർ ഇൻ ഈച്ച് കേസ് അണ്ടർ സർക്കംസ്റ്റാൻസസ് ഓഫ് ആൻ എക്സെപ്ഷണൽ നേച്ചർ exempt from payment of tax any goods or service or both which is on which tax is leviable. അപ്പോൾ ഒരു സ്പെഷ്യൽ ഓർഡർ വഴിയും ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി മാത്രമല്ല സ്പെഷ്യൽ ഓർഡർ വഴിയും എന്ത് ചെയ്യാം, ഇത്തരത്തിൽ എക്സംഷൻ നൽകുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കും എന്നാണ് ഈ 11(2) നമുക്ക് പറഞ്ഞു തരുന്നത്. 11(1) നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്, ആദ്യമേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി എന്ത് ചെയ്യാറുണ്ട്, അൺകണ്ടീഷണലായിട്ടും, അതാണ് അബ്സല്യൂട്ട്ലി ഓർ സബ്ജക്റ്റ് കണ്ടീഷണലായിട്ടും എക്സംഷൻസ് എന്ത് ചെയ്യാറുണ്ട്, നൽകാറുണ്ട്. ഓക്കെ, ശരി. ഇനി ഇതിൽ 11A എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നതാണ് ഈ 11A എന്ന് പറയുന്ന സെക്ഷൻ. ഞാനത് പറയാം. കാരണം ഇത് ഇപ്പം നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന CA വിദ്യാർത്ഥികൾക്ക് ഈ 11A എന്ന് പറയുന്ന സെക്ഷൻ ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാൽ അതേസമയം CMA CS വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. അപ്പോൾ എന്തായിരുന്നാലും ലാസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതിന് മുന്നേ നമ്മൾ ഒരു അമെൻമെൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനാൻസ് ആക്ട് 2024 വന്നിരിക്കുന്ന അമെൻമെൻറ്റിൻ്റെ ഈ എക്സാമിനേഷൻ CMA സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ CS സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആകുന്ന അമെൻമെൻറ്റ്സ് എന്താണെന്ന് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിനകത്ത് ഈ സെക്ഷൻ 11 ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനത് ഒന്നുകൂടി ആവർത്തിക്കാം. അത് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ഇത് പറയുന്നതായിരിക്കും. യെസ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദ എബോവ് എക്സംഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ CA Intermediate 2025 എക്സാം. ഓക്കെ, CA Inter സെപ്റ്റംബർ 2025 ജാനുവരി 2026 എക്സാമിനേഷനുകൾക്ക് അത് ബാധകമാണ്. CMA Interൻ്റെ ജൂൺ 2025 ഡിസംബർ 2025 എക്സാമിനേഷനും ഈ സെക്ഷൻ 11A ആപ്ലിക്കബിൾ ആണ്. സോ നമുക്കത് പഠിക്കാം. 11A എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വി വിൽ ഡിസ്കസ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വിൽ സ്റ്റാർട്ട് എക്സംഷൻ. സോ ഇത് എക്സംഷൻ ആണല്ലോ നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായി. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി കുറേ സർവീസുകളെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ എക്സംഷന് വേണ്ടി ഗവൺമെൻറ് ഇനിഷ്യലി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ അമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ നോട്ടിഫിക്കേഷൻ വഴി ഇതേ നോട്ടിഫിക്കേഷനകത്തേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് ചേർത്തുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ നിലവിൽ ഈ നോട്ടിഫിക്കേഷനകത്ത് എത്ര എക്സംപ്റ്റഡ് സർവീസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 100-ലധികം എക്സംപ്റ്റഡ് സർവീസസ് വരും. അത്രത്തോളം സർവീസസ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ കൂടിയാണ്. നമുക്ക് അത്രയും പഠിക്കാനായിട്ടുണ്ട്. സോ സർവീസസ് എക്സംപ്റ്റഡ് ആണ് എന്ന് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ ശ്രദ്ധിച്ചോളാം 12/2017. 12/2017. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു നമ്പറാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017. ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന ഡേറ്റ് 28/6/2017. സോ ഈ ചാപ്റ്റർ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഈ നോട്ടിഫിക്കേഷൻ നമ്പർ മറന്നു പോകരുത്. 28/6/2017 പുറത്തിറങ്ങിയ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 എക്സംഷൻസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സപ്ലൈകളാണ് എക്സംഷൻ. ഇതിപ്പോൾ ഇതിനകത്ത് ഈ നോട്ടിഫിക്കേഷനകത്ത് സർവീസസിൻ്റെ ലിസ്റ്റാണ് നൽകിയിട്ടുള്ളത്. ഏതൊക്കെ സർവീസസ് ആണ് എക്സംപ്റ്റഡ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഗുഡ്സിനേക്കാൾ ഉപരി സർവീസസ് ആണ്. പിന്നീട് നമുക്ക് ഗുഡ്സ് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ എങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സർവീസസ് ആണ്. സോ ഞാനത് ഓരോ സർവീസായിട്ട് ഞാനത് പറഞ്ഞു പോവാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ എന്തുകൊണ്ട് എക്സംപ്റ്റഡ് ആയിരിക്കുന്നു, കഴിവതും അതിൻ്റെ റീസൺസ് ഉൾപ്പെടെ പറയാനായിട്ട് ശ്രമിക്കാം. ആദ്യം ഇവിടെ പറയുന്ന ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റി റിലേറ്റഡ് സർവീസ്. ചാരിറ്റബിൾ അതുപോലെ തന്നെ റിലീജിയസ് ആക്ടിവിറ്റി റിലേറ്റഡ് സർവീസസ്. ഒന്ന്, സർവീസസ് ബൈ ആൻ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് വെച്ചാൽ ഒരു സ്ഥാപനം. എൻറ്റിറ്റി registered under section 12AA or section 12AB of the Income Tax Act 1961. So Income Tax Act 1961 ഇങ്ങനെ നമ്മുടെ ഇൻകം ടാക്സ് നിയമം. ഇൻകം ടാക്സ് നിയമത്തിൽ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ റിലീജിയസ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻകം ടാക്സിൽ എക്സംഷൻ ഉണ്ട്. സോ നിങ്ങളൊരു ചാരിറ്റബിൾ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു റിലീജിയസ് സ്ഥാപനമാണ്, നിങ്ങളൊരു ചാരിറ്റബിൾ സ്ഥാപനമാണ് അല്ലെങ്കിൽ റിലീജിയസ് സ്ഥാപനമാണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു പേ ഇൻകം ടാക്സ് ഓൺ യുവർ ഇൻകം, ബട്ട് യു നീഡ് ടു സാറ്റിസ്ഫൈ എ ലോട്ട് ഓഫ് കണ്ടീഷൻസ് ആൻഡ് ക്രൈറ്റീരിയാസ്. സോ ആദ്യമേ തന്നെ ഈ എക്സംഷൻ കിട്ടണമെങ്കിൽ യു നീഡ് ടു ഗെറ്റ് എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സ് കമ്മീഷണറിൽ നിന്ന്, ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് നിങ്ങൾ പ്രത്യേക രജിസ്ട്രേഷൻ നിങ്ങളുടെ സ്ഥാപനത്തിന് എടുത്തിരിക്കണം. ആ രജിസ്ട്രേഷനെ പറ്റിയാണ് ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 12A അല്ലെങ്കിൽ 12AB പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 12AB ആണ്. പുതിയ സെക്ഷൻ 12AB പ്രകാരം നിങ്ങളുടെ ചാരിറ്റബിൾ സ്ഥാപനം അല്ലെങ്കിൽ റിലീജിയസ് സ്ഥാപനം രജിസ്റ്റേർഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു റെക്കഗ്നൈസ്ഡ് രജിസ്റ്റേർഡ് സ്ഥാപനമായി കഴിഞ്ഞാൽ ആ രജിസ്റ്റേർഡ് സ്ഥാപനത്തിന് കിട്ടുന്ന ഇൻകത്തിന് ദേ ഡോണ്ട് നീഡ് ടു പേ ഇൻകം ടാക്സ്. ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇൻകം ടാക്സ് എക്സംഷൻ ഉള്ള സ്ഥാപനത്തിന് GSTയിലും എക്സംഷൻ ഉണ്ട്. സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സപ്ലയർ ബേസ്ഡ് എക്സംഷനാണ് എന്നാണെങ്കിൽ നമുക്ക് പറയാം. സപ്ലയർ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് എക്സംഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് GST പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഇൻ ഓർഡർ ടു ക്ലെയിം എക്സംഷൻ അണ്ടർ ദിസ് ഹെഡ് ഫോളോയിങ് 2 കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. എന്തൊക്കെയാണ് 2 കണ്ടീഷൻസ്? ഒന്ന്, ആ സ്ഥാപനം ദ എൻറ്റിറ്റി is registered with the Income Tax Authority under section 12AA or 12AB of the Income Tax Act. ഇപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക്
ഇപ്പോൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്ക്, റിലീജിയസ് സ്ഥാപനങ്ങൾക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ ഒന്നാമതായിട്ട് അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഒരു ചാരിറ്റബിൾ സ്ഥാപനമായി അംഗീകരിച്ചിരിക്കണം എന്നുള്ളതാണ്. 2, ദ എൻറ്റിറ്റി ക്യാരീസ് ഔട്ട് 1 or more of the specified charitable activity. എന്ന് മാത്രമല്ല ഈ സ്ഥാപനം ഇനി ചില സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചാരിറ്റബിൾ ആക്ടിവിറ്റികൾ ചെയ്തിരിക്കണം, എങ്കിലാണ് അവർക്ക് എക്സംഷൻ ഉണ്ടാവുക. സോ ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്യുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റികൾക്ക് GST എക്സംഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ സ്പെസിഫിക് ആണ്. ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്യുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റികൾക്കാണ് എന്തുണ്ടാവുക, എക്സംഷൻ. സോ എന്താണ് ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്നുള്ളത് താഴേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് GST എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. സോ ചാരിറ്റബിൾ ആക്ടിവിറ്റി മീൻസ് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു, ഒന്ന് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു, അതായത് അവരുടെ പ്രവർത്തനങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ചാരിറ്റബിൾ ആക്ടിവിറ്റി മീൻസ്, ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ പറയാണ്, ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പബ്ലിക് ഹെൽത്ത്, പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഒന്ന്, കെയർ ഓർ കൗൺസിലിംഗ്. കെയർ എന്ന് പറഞ്ഞാൽ പരിപാലനം, അല്ലെങ്കിൽ കൗൺസിലിംഗ്. ഓക്കെ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അല്ലേ? ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി അറിവില്ലാത്ത ഒരാൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യത്തെപ്പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അതിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ കെയർ എടുത്താലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്താലോ നിങ്ങൾ ചെയ്യുന്നത് ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി. എന്ത് കെയർ എടുത്താൽ അല്ലെങ്കിൽ എന്ത് കൗൺസിലിംഗ് ചെയ്താൽ, സോ പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കെയർ കൊടുക്കുന്നു അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നു. ആർക്ക്? ടെർമിനലി ഇൽ പേഴ്സൺ ഓർ പേഴ്സൺ വിത്ത് സിവിയർ ഫിസിക്കൽ ഓർ മെൻ്റൽ ഡിസബിലിറ്റി. ടെർമിനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശ്യ നിലയിലുള്ള, അതായത് അവരുടെ ടെർമിനലി ഇൽ പേഴ്സൺ, അതായത് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത ആൾക്കാർ, തീരെ അവശ്യ നിലയിലുള്ള ആൾക്കാരെ നിങ്ങൾ കെയർ എടുത്താൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെയാണ്? ഇപ്പം ഞാനോ നിങ്ങളോ ഇങ്ങനെ ആരെങ്കിലും കെയർ എടുത്തു എന്ന് കരുതിയിട്ട് അതിന് GST എക്സംഷൻ കിട്ടില്ല, മനസ്സിലാക്കണം. ഇത് ആര് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിരിക്കുന്ന ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിനെന്തുണ്ടാകും? എക്സംഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് സിവിയർ ഫിസിക്കൽ ഓർ മെൻ്റൽ ഡിസബിലിറ്റി, അതുപോലെ തന്നെ കടുത്ത ശാരീരിക മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. ഫിസിക്കൽ, എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ട്, കൈകാലുകളില്ലായിരിക്കാം, കാഴ്ചശക്തി കുറവായിരിക്കാം, സംസാരശേഷി ഇല്ലായിരിക്കാം, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കെയർ എടുക്കുന്നു. അതുപോലെ തന്നെ മെൻ്റൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ പരിപാലിക്കുന്നു. ഇതെല്ലാം തന്നെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള പ്രവൃത്തികളാണ്. നമുക്ക് ഇതിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കാശൊക്കെ ചെറിയ തോതിൽ ഈടാക്കുന്നുണ്ടാവും. ആ ഈടാക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ ഇൻകം ടാക്സും അടയ്ക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് GST ലയബിലിറ്റി വരത്തുമില്ല. സോ അതാണ് പോയിന്റ്. ദെൻ പേഴ്സൺ എഫ്ലിക്റ്റഡ് വിത്ത് HIV ഓർ എയ്ഡ്സ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല, നിങ്ങൾക്കറിയാം. ഇപ്പോൾ HIV, എയ്ഡ്സ് പോലുള്ള മാരകമായിട്ടുള്ള പകർച്ചവ്യാധികളാണ്. ഇത്തരം പകർച്ചവ്യാധികൾ ഉള്ള ആൾക്കാരെ നമ്മൾ പരിപാലിച്ചാൽ അതൊരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള പ്രവൃത്തിയായിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെ പേഴ്സൺ അഡിക്റ്റഡ് ടു ഡിപ്പെൻഡൻസ് ഫോമിംഗ് സബ്സ്റ്റൻസ് സച്ച് ആസ് നാർക്കോട്ടിക് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അഡിക്ഷൻ സെൻറ്ററുകളില്ലേ നമ്മുടെ നാട്ടിൽ, അല്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാർ, അവരെ നമ്മൾ പരിപാലിച്ചാൽ അതും ഒരു എക്സംപ്റ്റഡ് ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുക. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു എക്സംപ്റ്റഡ് ആക്ടിവിറ്റി ആയിരിക്കും. 2. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കെയർ ഓർ കൗൺസിലിംഗ്. നിങ്ങൾക്കത് മനസ്സിലായി. B, പബ്ലിക് അവെയർനെസ്, ബോധവൽക്കരണം നമ്മൾ നടത്തുകയാണ്. ബോധവൽക്കരണം, പബ്ലിക് അവെയർനെസ് ഓഫ് പ്രിവെൻറ്റീവ് ഹെൽത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ് ഓർ പ്രിവെൻഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ. കൗൺസിലിങ്ങിൻ്റെ കുറച്ചുകൂടി വലിയൊരു വെർഷനാണ് പബ്ലിക് അവെയർനെസ് എന്ന്. പബ്ലിക് അവെയർനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഒരു മൊത്തത്തിലൊരു ബോധവൽക്കരണം നടത്തണം. അതൊരു വ്യക്തികൾ മാത്രമല്ല, ഒരു സൊസൈറ്റിക്ക് ആകെപ്പാട് നമ്മളൊരു ബോധവൽക്കരണം നടത്തുകയാണ്. എന്താണ്? ശുചിത്വം, പ്രിവെൻറ്റീവ് ഹെൽത്ത്, ഓക്കെ, ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം, അതുപോലെ തന്നെ പ്രിവെൻഷൻ, ഓക്കെ, HIV ഇൻഫെക്ഷൻ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ, ഇത്തരം ലൈംഗിക രോഗങ്ങളുടെ പകർച്ചവ്യാധികളെ പറ്റിയൊക്കെ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതൊരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് എന്ത് ചെയ്യുക, കണക്കാക്കുക. അതിനൊന്നും തന്നെ അതിൽ നിന്ന് നമ്മൾ കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ചെയ്യുന്ന സപ്ലൈ പൂർണ്ണമായിട്ടും ഒരു എക്സംപ്റ്റഡ് ആക്ടിവിറ്റിയാണ്. അതിന് നമ്മൾ GST അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻഫാക്റ്റ് ഇത്തരം പ്രവൃത്തികളുടെ മേളിൽ നമുക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്നില്ല എന്നുകൂടിയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്.
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സംഷൻ ആർക്കാണ് കിട്ടുക? എല്ലാവർക്കും കിട്ടും എന്നാണോ നമ്മൾ പഠിച്ചത്? അല്ല. ദിസ് എക്സംഷൻ ഈസ് അവൈലബിൾ ഓൺലി ടു ദോസ് എൻറ്റിറ്റി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AA or 12AB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. തീർന്നിട്ടില്ല. ഇപ്പം ഇത് ആദ്യത്തെ കേസാണ് പറഞ്ഞത്. ഇത്തരം സ്ഥാപനങ്ങൾ ചാരിറ്റബിൾ ആക്ടിവിറ്റി എൻഗേജ്ഡ് ആയിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ മീനിങ് കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. 2, അഡ്വാൻസ്മെൻറ്റ് ഓഫ് റിലീജിയൻ, ഓക്കെ, സ്പിരിച്വാലിറ്റി ഓർ യോഗ. അതുപോലെ തന്നെ ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ എക്സ്പ്ലനേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റിലീജിയസ് ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ് റിലീജിയൻ, മതപ്രബോധനം, മതം വളർത്തുന്നു. നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങൾ, പള്ളികൾ, മഠങ്ങൾ, ഇതൊക്കെ ഇല്ലേ അവർ ചെയ്യുന്ന മദ്രസ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സോ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് റിലീജിയൻ മതത്തെ പ്രബോധനം ചെയ്യുക, മതത്തെ വളർത്തുന്നു. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ എന്താണ്, യോഗ. അപ്പോൾ യോഗയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ യോഗയുടെ അഡ്വാൻസ്മെൻറ്റ്, യോഗയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇപ്പോൾ യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് എന്തായിട്ട് കണക്കാക്കാം? ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. സോ റിലീജിയൻ, മതം, ആത്മീയത, യോഗ, അതാണ് റിലീജിയൻ, സ്പിരിച്വാലിറ്റി, യോഗ. ഇവയുടെയൊക്കെ അഡ്വാൻസ്മെൻറ്റ്, അതിൻ്റെയൊക്കെ എന്താണ് ആൾക്കാരിലേക്ക് എത്തുക, ഇതിൻ്റെയൊക്കെ അത് ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. പൂർണ്ണമായിട്ടും അതെല്ലാം തന്നെ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആക്ടിവിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, അഡ്വാൻസ്മെൻറ്റ് ഓഫ്, വീണ്ടും എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നു. ഓർ സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റിംഗ്, സ്കിൽ ഡെവലപ്മെൻറ്റ് നൈപുണ്യ വികസനം, നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ. സോ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റിംഗ് ടു. അപ്പോൾ അത് നമ്മൾ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? നോർമലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല, അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? അബാൻഡൻഡ്, ഉപേക്ഷിക്കപ്പെട്ട, ഓർഫണ്ട്, അനാഥരാക്കപ്പെട്ട, ഹോംലെസ്, വീടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫിസിക്കലി, ശാരീരികമായിട്ടും മെൻ്റലി, മാനസികമായിട്ടും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള, ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. പ്രിസണേഴ്സ്, തടവ് പുള്ളികൾക്ക് വേണ്ടിയിട്ട്. പേഴ്സൺസ്, ഇനി സാധാരണക്കാർ തന്നെ, പക്ഷേ ഓവർ ദ ഏജ് ഓഫ് 65 ഇയേഴ്സ്, 65 വയസ്സിന് മേളിൽ പ്രായമുള്ള ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, റിസൈഡിങ് ഇൻ റൂറൽ ഏരിയ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിദ്യാഭ്യാസ പദ്ധതികളോ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളോ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ അതൊക്കെ ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുക. അത്തരം പ്രവൃത്തികൾക്ക് എക്സംഷൻ ഉണ്ടാകും. അപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ എക്സംഷൻ എല്ലാവർക്കും കിട്ടുമെന്നുള്ളതല്ല, നിങ്ങൾക്കറിയാം ആർക്കാണ് ആ എക്സംഷൻ കിട്ടുക എന്നുള്ളത്. ഓക്കെ. 4, പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, അതാണ് പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, ഇൻക്ലൂഡിങ് വാട്ടർ ഷെഡ്, തണ്ണീർത്തടങ്ങൾ, നീർച്ചാലുകൾ, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളമൊക്കെ ഊറി വരുന്ന സ്ഥലമാണ് വാട്ടർ ഷെഡ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് വാട്ടർ ഷെഡുകളുടെ സംരക്ഷണം. കാരണം ഈ വാട്ടർ ഷെഡുകളിൽ നിന്നാണ് വലിയ വലിയ നദികളൊക്കെ ഉത്ഭവിക്കുന്നത്. സോ അതിൻ്റെ സംരക്ഷണം, കുടിവെള്ളമാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ സംരക്ഷണം നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും അത് പരിസ്ഥിതിയോട് ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയാണ്, അതൊരു ചാരിറ്റബിൾ ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റ്, വനവൽക്കരണം, വനസംരക്ഷണം, വൈൽഡ് ലൈഫ്, വന്യജീവി സംരക്ഷണം. ഓക്കെ, ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ചെയ്യുന്നത് ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ എന്തുണ്ടായിരിക്കും? എക്സംഷൻ ഉണ്ടാവും. സോ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്തരം പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റിയാണ്, അതിന് GSTയിൽ എക്സംഷൻ ഉണ്ടായിരിക്കും. സോ ഇത് നമുക്ക് പറയാൻ പറ്റും, ഇതൊരു സപ്ലയർ ബേസ്ഡ് എക്സംഷൻ, ആക്ടിവിറ്റി ബേസ്ഡ് എക്സംഷൻ രണ്ടും കൂടി ചേർന്നതാണ്. സപ്ലയർ ബേസ്ഡ്, സപ്ലയർ ഇവിടെ ആരായിരിക്കണം? എൻറ്റിറ്റി രജിസ്റ്റേർഡ് വിത്ത് ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് അതോറിറ്റി. അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ്, അതായത് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എക്സംഷൻ അല്ല, അവർ ചെയ്യുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള ചാരിറ്റബിൾ ആക്ടിവിറ്റിക്കാണ് എക്സംഷൻ ഉള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഫൈനൽ ലെവലിൽ നമുക്ക് ഈ പറയുന്ന എക്സ്പ്ലനേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഗ്രാൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് റൈറ്റ്,
പരസ്യം ചെയ്യുവാനുള്ള അവകാശം നമ്മൾ നൽകുന്നു. ഓൺ ദി പ്രിമൈസസ് ഓർ പബ്ലിക്കേഷൻസ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രിമൈസ്, അതിൻ്റെ കെട്ടിടം അല്ലെങ്കിൽ അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ പരസ്യം ചെയ്യുവാനുള്ള അവകാശം നമ്മൾ മറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഡൂയിങ് എ സർവീസ്. അത്തരം സർവീസിന് എക്സംഷൻ ഉണ്ടോ? യെസ്. ഇവർ ഇൻകം ടാക്സ് അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്ത സ്ഥാപനമാണെങ്കിൽ പോലും ഇത്തരം പ്രവർത്തികൾ നമ്മളൊരു ചാരിറ്റബിൾ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റ്. അതിന് എക്സംഷൻ ഇല്ലായിരിക്കും. ഓക്കെ. അതുപോലെ ആക്ടിവിറ്റീസ് ഓഫ് എ സ്കൂൾ, കോളേജ് ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ബൈ എ ട്രസ്റ്റ്. ഒരു ട്രസ്റ്റിന് സ്വന്തമായിട്ട് സ്കൂളോ കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഉണ്ടെന്ന് കരുതുക. which do not come within the ambit of charitable activity will not be exempt here. അത്തരം സ്കൂളോ കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷനോ മേൽ പറഞ്ഞിരിക്കുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ലാത്ത മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്തെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സംഷൻ ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ എഡ്യൂക്കേഷന് സെപ്പറേറ്റ് എക്സംഷൻ ഉണ്ടാകും, നമ്മൾ പഠിക്കുക, അത് വേറെ കാര്യം. പക്ഷേ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്ന് പറയുന്ന എക്സംഷൻ ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല. അതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽ അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ട്രസ്റ്റ് സ്റ്റുഡൻസ് ഡു നോട്ട് ഫോൾ വിത്തിൻ ദ ആംബിറ്റ് ഓഫ് ചാരിറ്റബിൾ ആക്ടിവിറ്റി ആസ് ഡിഫൈൻഡ് എബവ്. കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്നത് ഒരിക്കലും ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ല. റിലീജിയസ് യാത്രാസ്, പിൽഗ്രിമേജ് ഓർഗനൈസ്ഡ് ബൈ എനി ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് ആർ നോട്ട് എക്സംപ്റ്റ് ഹിയർ. അതുപോലെ തന്നെ തീർത്ഥാടന യാത്ര നടത്തുന്ന ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, തീർത്ഥാടന യാത്ര ഒരു അഡ്വാൻസ്മെൻറ്റ് ഓഫ് റിലീജിയൻ അല്ലേ? നമുക്ക് തോന്നാം, സംശയം വേണ്ട, അഡ്വാൻസ്മെൻറ്റ് ഓഫ് റിലീജിയൻ തന്നെയാണ്. പക്ഷേ ഇവിടെ സ്പെസിഫിക്കലി പറയാണ്, തീർത്ഥാടന യാത്രകളെ നമുക്ക് എക്സംഷൻ നൽകാൻ പറ്റില്ല. എങ്കിലും ചില തീർത്ഥാടന യാത്രകൾക്ക് എക്സംഷൻ ഉണ്ട്. സോ അത് ഏതൊക്കെ തീർത്ഥാടന യാത്രകളാണ് എന്നുള്ളത് നമുക്കിവിടെ പോയിന്റ് 4 വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. വിൽ ഡിസ്കസ് ദെയർ. ദെൻ fee or consideration charged in any other form from the participant for participating in a religious, yoga or meditation program or camp meant for advancement of religion, spirituality or yoga shall be exempt. ഇപ്പോൾ നമ്മളൊരു യോഗ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്, റിലീജിയസ് ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ കാശൊക്കെ മേടിച്ചിട്ടുണ്ടാകും. അത് എക്സംപ്റ്റ് തന്നെയാണ്. കാരണം അത് അഡ്വാൻസ്മെൻറ്റ് ഓഫ് റിലീജിയൻ, സ്പിരിച്വാലിറ്റി, ആത്മീയതയും അതുപോലെ തന്നെ യോഗയുടെയും പ്രബോധനത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ അതിനെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ, ആൾക്കാർക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടല്ലേ. സോ ഉറപ്പായിട്ടും അതൊരു എക്സംഷനായിട്ട് തന്നെ കണക്കാക്കും. റെസിഡൻഷ്യൽ പ്രോഗ്രാം ഓർ ക്യാമ്പ് വേർ ദ ഫീ ചാർജ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് ഷാൽ ഓൾസോ ബി എക്സംപ്റ്റ് ആസ് ലോങ് ആസ് ദി പ്രൈമറി ആൻഡ് പ്രീഡോമിനൻറ്റ് ആക്ടിവിറ്റി, ഒബ്ജക്റ്റീവ് ആൻഡ് പർപ്പസ് ഓഫ് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഈസ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് റിലീജിയൻ, സ്പിരിച്വാലിറ്റി ഓർ യോഗ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി, യോഗയുടെയൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ചിലപ്പോൾ ക്യാമ്പുകൾ വലിയ ക്യാമ്പുകളായിരിക്കും, റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരിക്കും. ഇതിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ അക്കോമഡേഷനും ബോർഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാശ് ഈടാക്കുന്നുണ്ട്. പക്ഷേ അവിടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവിടെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് റിലീജിയനും യോഗയും ആയതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്, അതിനൊരു സംശയവും വേണ്ട. യെസ്. However, if charitable or religious trust merely or primarily provide accommodation or serve food and drinks against consideration in any form including donation, such activity will be taxable. വെറുതെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് നമുക്ക് എന്തില്ല, എക്സംഷൻ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ജസ്റ്റ് കാറ്ററിംഗ് സർവീസ് പോലെ ആയിപ്പോവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു അക്കോമഡേഷൻ സർവീസ് ആയിപ്പോവും. അവിടെ നമുക്ക് ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. Similarly, activities such as fitness camp or classes such as those of aerobics, dance, music, etc. will not be exempt here. അതുപോലെ തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എയറോബിക്സ്, ഡാൻസ്, മ്യൂസിക് ക്ലാസ്സുകളൊക്കെ നടത്തുന്നു, അതിനൊന്നും തന്നെ എന്തുണ്ടാവത്തില്ല, എക്സംഷൻ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഓക്കെ. യെസ്. സർവീസസ് പ്രൊവൈഡഡ് to charitable or religious trust are not outside the ambit of GST unless specifically exempted. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ചാരിറ്റബിൾ റിലീജിയസ് സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചാരിറ്റബിൾ പ്രവർത്തികൾക്കാണ് എക്സംഷൻ ഉള്ളതെന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ നമ്മളിപ്പോൾ ഒരു ചാരിറ്റബിൾ സ്ഥാപനത്തിന് അങ്ങോട്ട് പല വിധത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിനൊന്നും തന്നെ ഇപ്പോൾ പറഞ്ഞ പോയിന്റിനകത്ത് അത് എക്സംപ്റ്റഡ് ആവില്ല. അവർക്ക് നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെല്ലാം തന്നെ ടാക്സബിൾ ആണ്, അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ് എൽസ്വെയർ. നമ്മൾ ഇനി പലതും കാണാൻ പോവുകയാണ്.
അപ്പോൾ ഇനി പലയിടത്തും നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി പറഞ്ഞു വരുന്നുണ്ട്. അത്തരം സർവീസസ് ആണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും എക്സംപ്റ്റ് തന്നെ ആയിരിക്കും. ശരി, 1-2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കൂ, സർവസേവ ട്രസ്റ്റ്, എ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AB ഓഫ് ഇൻകം ടാക്സ് ആക്ട്. സോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ഇവർക്ക് 12AB ഇൻകം ടാക്സ് നിയമത്തിലെ 12AB പ്രകാരം ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. അവരെന്ത് ചെയ്തു? ഹാസ് ഓർഗനൈസ്ഡ് എ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഓൾഡ് ഏജ് പീപ്പിൾ ഓവർ ദ ഏജ് ഓഫ് 65 years റിസൈഡിങ് ഇൻ ബാംഗ്ലൂർ സിറ്റി ആൻഡ് അർബൻ ഏരിയ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ 65 വയസ്സിന് മേളിലുള്ള പ്രായം ചെന്ന ആൾക്കാർ എവിടെ? ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന, റൂറൽ ഏരിയയിൽ വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമോ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമോ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ അതൊരു എക്സംപ്റ്റഡ് ആക്ടിവിറ്റിയാണ്. അതൊരു ചാരിറ്റബിൾ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുകയും അതിന് എക്സംപ്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമുക്കിത് വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ഇവിടെ എവിടെയുള്ള ആൾക്കാരാണ്? ബാംഗ്ലൂർ സിറ്റിയിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സംപ്ഷൻ ഉണ്ടാവുമോ? So service provided by Sarvaseva Trust do not fall within the purview of charitable activity. The activity relating to advancement or skill development relating to person over the age of 65 years are covered in definition of charitable activity only when such persons are residing in rural area. An explanation. Next example, Bhavya Jyoti Foundation, a charitable trust registered under 12AB of Income Tax Act, has organized a yoga meditation camp. അപ്പോൾ അവർ രജിസ്റ്റേർഡ് സ്ഥാപനമാണ്, യോഗ മെഡിറ്റേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഫോർ ഓൾഡ് ഏജ് പീപ്പിൾ. ഓക്കെ, യോഗ മെഡിറ്റേഷൻ ക്യാമ്പ് ആർക്ക് വേണ്ടി സംഘടിപ്പിച്ചാലും അത് ഓൾഡ് ഏജ് പീപ്പിൾ തന്നെ ആവണോ നിർബന്ധമൊന്നുമില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് എക്സംപ്റ്റ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇപ്പോൾ മെറ്റീരിയൽ നിങ്ങൾ വായിച്ചു നോക്കുക. സംശയമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാം. സോ എന്താണ് ഇതിനകത്ത് എക്സംപ്റ്റഡ് ആയിട്ട് വരിക എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒന്ന്, സപ്ലൈ ചെയ്യുന്ന വ്യക്തി ആരായിരിക്കണം എന്ന് നമ്മൾ കണ്ടു, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കണമെന്ന് കണ്ടു. ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് എക്സംപ്ഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ അതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, സോ നമ്മുടെ രണ്ടാമത്തെ സർവീസസ് ബൈ എ പേഴ്സൺ ബൈ വേ ഓഫ് കണ്ടക്ട് ഓഫ് എനി റിലീജിയസ് സെറമണി. റിലീജിയസ് സെറമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ, മതാചാര പ്രവർത്തനങ്ങൾ. അതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പൂജ നടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഹൗസ് വാമിങ് പരിപാടി, അതിനകത്ത് കുറേ റിലീജിയസ് സെറമണി ഉണ്ടാവില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള റിലീജിയസ് സെറമണികൾ നടത്തുന്ന ആൾക്കാർ, റിലീജിയസ് സെറമണി കണ്ടക്ട് ചെയ്യാൻ റിലീജിയൻ പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ പൂജാരിമാർ, പ്രീസ്റ്റ് അല്ലേ? ഇപ്പോൾ ഓരോ മതത്തിലും ആ മതത്തിൻ്റെ ആചാരങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവർ എന്ത് ചെയ്യണം? മത ആചാരപ്രകാരം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് GST, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് കാശ് കിട്ടും. ആ കിട്ടുന്ന കാശിന് അവർക്ക് GSTയിൽ എന്തുണ്ട്? എക്സംപ്ഷൻ ഉണ്ട്. അതിനവർക്ക് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. സോ കണ്ടക്ട് ഓഫ് എനി റിലീജിയസ് സെറമണി, ഓൾ റിലീജിയൻ, എല്ലാ മതത്തിലും. റിലീജിയസ് സെറമണീസ് ആർ ലൈഫ് സൈക്കിൾ റിച്വൽസ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ റിലീജിയസ് പൂജാസ് കണ്ടക്റ്റഡ് ഇൻ ടേംസ് ഓഫ് റിലീജിയസ് ടെസ്റ്റ് ബൈ എ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ സച്ച് എ റിലീജിയസ് ടെസ്റ്റ്. ഒക്കേഷൻസ് ലൈക്ക് ബർത്ത്, മാരേജ്, ഡെത്ത് ഇൻവോൾവ് എലോബറേറ്റ് റിലീജിയസ് സെറമണി അല്ലേ? ഇപ്പോൾ ഈ വിവാഹം, ജനനമാവട്ടെ, ഈവൻ മരണമാവട്ടെ, വിവാഹമാവട്ടെ, ഇതിലെല്ലാം തന്നെ എന്തുണ്ട്? മതാചാരപ്രകാരമുള്ള അതൊരു സോഷ്യൽ, ഇപ്പം വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു റിലീജിയസ് സെറമണി അല്ല, അതൊരു സോഷ്യൽ ഗ്യാതറിംഗ് ആണ്. പക്ഷേ സോഷ്യൽ ഗ്യാതറിംഗ് ആണ് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തും എന്ത് ഉൾപ്പെടുന്നുണ്ട്? റിലീജിയസ് സെറമണി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ആരായിരിക്കും? ഇവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് എന്തുണ്ടെന്നാണ് പറയുന്നത്? ഇപ്പം ഇത്തരത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ദേ ഹാവ് ഗോട്ട് എക്സംപ്ഷൻ, ദേ ഡോണ്ട് നീഡ് ടു പേ ടാക്സ്. നോക്കാം ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ. രാമാനന്ദ് ജോഷി, എ പ്രീസ്റ്റ്, ഒരു പൂജാരിയാണ്. ഹി ചാർജസ് 12,000 ഫോർ കണ്ടക്ടിങ് എ റിലീജിയസ് സെറമണി ഓൺ ദ ബർത്ത്ഡേ ഓഫ് ഘനശ്യാം സൺ. ഓക്കെ, സോ ഒരാളുടെ ബർത്ത്ഡേക്ക് റിലീജിയസ് സെറമണി, ഒരു പൂജ നടത്തണം. അതിന് ഒരു പൂജാരി വന്നു, അയാൾ 12,000 രൂപ മേടിച്ചു. ആ 12,000 രൂപയ്ക്ക് അയാൾ GST അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? സോ വെദർ ഹി നീഡ് ടു കളക്ട് GST അലോങ് വിത്ത് ദാറ്റ് 12,000? ദ ആൻസർ ഈസ് നോ. ഹി ഹാസ് ഗോട്ട് എക്സംപ്ഷൻ.
as per this notification. So amount charged for the conduct of any religious ceremony is exempt from GST. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് അല്ലേ? അതെ. ഇനി ആ സെക്കൻഡ് പോയിന്റിനകത്ത് വരുന്ന ബി, റെൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. റെൻറ്റിങ് ഓഫ് പ്രിസിങ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടം, പരിസരം, പ്രദേശം. ഒരു ബിൽഡിംഗ് ആകാം, അതൊരു ഓപ്പൺ സ്പേസ് ആകാം, അതൊരു ഹോളാകാം, അല്ലെങ്കിൽ അതൊരു സ്റ്റേജ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അതാണ് റെൻറ്റിങ് ഓഫ് പ്രിസിങ്സ് ഓഫ് എ റിലീജിയസ് പ്ലേസ്. അപ്പോൾ ഒരു മതസ്ഥാപനത്തിൻ്റെ പ്രിസിങ്റ്റ്, ഒരു അമ്പലം, പള്ളി, ചർച്ച് ഒക്കെ ഇല്ലേ, അതിൻ്റെ പ്രിസിങ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആര്? അതിൻ്റെ ആൾക്കാർ തന്നെ വാടകയ്ക്ക് കൊടുക്കുകയാണ്. മെൻ ഫോർ ജനറൽ പബ്ലിക്, ഓൺഡ് ഓർ മാനേജ്ഡ് ബൈ. അപ്പോൾ അത് റിലീജിയസ് പ്ലേസ്, ആരുടെ റിലീജിയസ് പ്ലേസ് ആണ്? ആൻ എൻറ്റിറ്റി രജിസ്റ്റേർഡ് ആസ് എ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 12AA ഓർ 12AB. അപ്പോൾ ആ സ്ഥാപനം, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളാവട്ടെ, പള്ളികളാവട്ടെ, ഇവർക്കെല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ സെക്ഷൻ 12AB രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. സോ അവരുടെ അവരുടെ സ്ഥലം വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടകയോടൊപ്പം അവർ GST കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എ ട്രസ്റ്റ് ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ 1023C5. 1023C5, 1023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷനാണ് കേട്ടോ. ഇത് 1023C ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് 1961 1023C എന്ന് പറയുന്ന സെക്ഷൻ ഈ ചാരിറ്റബിൾ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ റിലീജിയസ് പ്രവൃത്തി ചെയ്യുന്ന, ചാരിറ്റബിൾ റിലീജിയസ് പ്രവൃത്തി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിന് എക്സംഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലൊക്കെ ഉള്ള പല സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്കെല്ലാം. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാണ്? അവർക്ക് കിട്ടുന്ന പൂജയിലൂടെയും വഴിപാടിലൂടെയൊക്കെ കിട്ടുന്ന കാശിന് അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നേർച്ചയായിട്ട് കിട്ടുന്ന നേർച്ചപ്പെട്ടിയിലൊക്കെ നമ്മൾ ഇടുന്ന പൈസയില്ല, അതിനവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതേ സ്ഥാപനം തന്നെ അവരുടെ പരിസര പ്രദേശങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന വാടകയ്ക്ക് അവർ GSTയും അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് പോയിന്റ്. അതുപോലെ തന്നെ എ ബോഡി or an authority covered under 1023BBA of the Income Tax Act. ഇപ്പോൾ 1023BBA, again 1023BBA എന്ന് പറയുന്നത് ഇൻകം ടാക്സ് നിയമത്തിനകത്തുള്ള ഒരു സെക്ഷനാണ്. ഇത് ഈ എക്സംഷൻ കിട്ടുന്ന സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളില്ലേ, സോ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അവർ എന്ത് ചെയ്യാണ്? ഇത്തരത്തിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ തരത്തിൽ എന്തുണ്ട്? എക്സംഷൻ ഉണ്ടായിരിക്കും. സോ കെട്ടിടം അല്ലെങ്കിൽ പ്രിസിങ്സ്, റിലീജിയസ് പ്ലേസിൻ്റെ പരിസരം വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടകയുടെ മേളിൽ GST ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞ 3 പോയിന്റും സമർത്ഥിക്കുന്നത്. ഈ പറഞ്ഞ 3 പോയിന്റിൽ അതേ കാര്യം തന്നെയാണ് പറയുന്നത്, പക്ഷേ വിവിധ വ്യത്യസ്തരായ വ്യക്തികളാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഈ പോയിന്റിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്, അതായത് എക്സംഷൻ ഉണ്ടെങ്കിൽ പോലും അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. നോക്കൂ. However, nothing contained in entry B of this exemption shall apply to. എന്നാൽ ഈ പറയുന്ന എക്സംഷൻ ഇനി പറയുന്ന വ്യക്തികൾക്ക് കിട്ടുകയില്ല. ആർക്കൊക്കെയാണ്? നോക്കൂ. റെൻറ്റിങ് ഓഫ് റൂംസ്. നമ്മളിപ്പോൾ റൂമാണ് വാടകയ്ക്ക്, നമ്മളിപ്പോൾ റൂം വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്തരം മേളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ ഇപ്പം അവരുടെ പ്രിസിങ്സ്, അവരുടെ പരിസരം, അവരുടെ കെട്ടിടം, അവരുടെ ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന വാടകയ്ക്ക് അവർ GST അടയ്ക്കണ്ട എന്ന് പറയുമ്പോൾ പോലും അവർ റൂമാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ, കാരണം ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് എന്നൊക്കെ ഞാൻ പറയുന്നില്ല, ഇവർക്കെല്ലാം സ്വന്തമായിട്ട് ഈ ഗസ്റ്റ് ഹൗസ്, റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ടാകും. അതായത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് താമസിക്കാനൊക്കെ അവരെന്ത് കൊടുക്കാറുണ്ട്? ഈ റൂമൊക്കെ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. സോ ഈ കിട്ടുന്ന റൂം വാടകയ്ക്ക് GST എക്സംഷൻ ഉണ്ടോ? സ്വാഭാവികമായും പോയിന്റ് നമ്പർ B പ്രകാരം എക്സംഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, അതിനൊരു വ്യത്യാസമുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റെൻറ്റിങ് ഓഫ് റൂം വെയർ ചാർജസ് ആർ 1000 ഓർ മോർ പെർ ഡേ. അതായത് റൂം റെൻറ്റ് 1000 രൂപയോ അതിന് മേളിലോ ആണ്, പെർ ഡേ 1000 രൂപയോ അതിന് മേളിലോ ആണെങ്കിൽ റൂം വാടകയുടെ മേളിൽ എന്ത് വരും? GST വരും. അതിന് എക്സംഷൻ ഇല്ല. അതുപോലെ റെൻറ്റിങ് ഓഫ് പ്രിമൈസസ്, കമ്മ്യൂണിറ്റി ഹോൾസ്, കല്യാണ മണ്ഡപം ഓർ ഓപ്പൺ ഏരിയ ആൻഡ് ദ ലൈക്ക് വെയർ ചാർജസ് ആർ 10,000 ഓർ മോർ പെർ ഡേ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രിമൈസസ് വാടകയ്ക്ക് കൊടുക്കുന്നു, കമ്മ്യൂണിറ്റി ഹോൾ, കല്യാണ മണ്ഡപം ഇല്ല. ഇപ്പോൾ അമ്പലത്തിനോട് ചേർന്ന് തന്നെ കല്യാണ മണ്ഡപം ഉണ്ടാവും, ഇപ്പോൾ പള്ളിയോട് ചേർന്ന്, ചർച്ചിനോട് ചേർന്ന് പാരിഷ് ഹോൾ ഉണ്ടാവും.
ഇതൊക്കെ വാടകയ്ക്ക് കൊടുത്താൽ ഇതൊക്കെ പോയിന്റ് നമ്പർ ബിക്കകത്ത് വരുന്നതാണ്. ഉറപ്പായിട്ടും അത് പോയിന്റ് നമ്പർ ബിക്കകത്ത് വരുന്നത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ അതിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10,000 രൂപയോ അതിന് മേളിലോ ആണെന്നുണ്ടെങ്കിൽ ഇതേ എക്സംഷൻ ലഭിക്കുകയില്ല, അതായത് അത് ടാക്സബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ റെൻറ്റിങ് ഓഫ് ഷോപ്പ് ഓർ അതർ സ്പേസ് ഫോർ ബിസിനസ് ഓർ കൊമേഴ്സ്. ഇപ്പോൾ ഷോപ്പ്, കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക്, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സ്പേസുകൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അതിന് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ? അതിനും എക്സംഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ വാടക എന്ന് പറയുന്ന വേറെ ചാർജസ് ആർ 10,000 ഓർ മോർ പെർ മന്ത് ആണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻ എന്തുണ്ടായിരിക്കും? എക്സംഷൻ ഉണ്ടായിരിക്കില്ല. അപ്പം അത് പെർ മന്ത് ആണ് കേട്ടോ. ഇത് ഒരു മാസം 10,000 രൂപയ്ക്ക് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, 10,000 രൂപയോ അതിന് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞതുപോലെ എന്തുണ്ടാവുകയില്ല? എക്സംഷൻ ഉണ്ടാവുകയില്ല, അത് ടാക്സബിൾ ആണ്. സോ ഇത് പോയിന്റ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കേണ്ടതാണ്. പറഞ്ഞു വരുന്നത്, ഒരു മതസ്ഥാപനം അവരുടെ കെട്ടിടം, അവരുടെ സ്പേസ്, അവരുടെ സ്ഥലം എന്ത് ചെയ്യാണ്? വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന വാടകയ്ക്ക് GST ലയബിലിറ്റി അവർക്കുണ്ടാവുകയില്ല. ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് സർവീസ്. പക്ഷേ അതേസമയം തന്നെ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. റൂമാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ 1000 രൂപയോ അതിന് മേളിലോ ആണ് റൂം വാടകയെങ്കിൽ അതിൻ്റെ മേളിൽ എന്ത് വരും? GST വരും. ഇനി നിങ്ങൾ ഈ കല്യാണ മണ്ഡപം, കമ്മ്യൂണിറ്റി ഹോള് ഇങ്ങനെയുള്ളതൊക്കെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ പെർ ഡേ 10,000 രൂപയോ അതിന് മേളിലോ ആണെങ്കിൽ GST വരും. അതുപോലെ തന്നെ ഈ കടമുറികളും മറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പെർ മന്ത് 10,000 രൂപ അതിന് മേളിൽ വന്നാൽ അതിൻ്റെ മേളിൽ GST ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞ പോയിന്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് നോക്കാം. ദുർഗാദേവി ട്രസ്റ്റ് ഒരു റിലീജിയസ് ട്രസ്റ്റാണ്. ആൻഡ് ദേ ആർ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, ഓൺസ് ആൻഡ് മാനേജസ് എ ടെമ്പിൾ ഇൻ ദെയർ ലൊക്കാലിറ്റി. സോ ആ റിലീജിയസ് ട്രസ്റ്റിന് സ്വന്തമായിട്ട് ഒരു അമ്പലം ഉണ്ട്. ഇറ്റ് റെൻറ്റ് കമേർഷ്യൽ ഷോപ്പ്, ഇവർ വാടകയ്ക്ക് കൊടുക്കുകയാണ്. കമേർഷ്യൽ ഷോപ്പ് ലൊക്കേറ്റഡ് ഇൻ ദി പ്രിസിങ്സ് ഓഫ് ദി ടെമ്പിൾ ഫോർ എ റെൻറ്റ് ഓഫ് 10,000 പെർ മന്ത് പെർ ഷോപ്പ്. അപ്പോൾ അവർ എന്ത് ചെയ്യണം? അവരുടെ ആ ലൊക്കാലിറ്റിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എന്ത് ലെൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്? കമേർഷ്യൽ ഷോപ്പ് അവർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പോൾ 10,000 പെർ മന്ത് ആണ് അവരെന്ത് ചെയ്യുന്നത്? പെർ ഷോപ്പിൽ നിന്ന് വാടക ഈടാക്കുന്നത്. ഇതിന് GST വരുമോ ഇല്ലയോ? ഉറപ്പായിട്ടും വരും. കാരണം 10,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമേ GST എക്സംഷൻ ഉണ്ടാവുകയുള്ളൂ. ദ കൺസിഡറേഷൻസ് ഓർ റിസീവ്ഡ് ഈസ് liable to GST as such service are exempt only when the consideration is less than 10,000 per month. അതുപോലെ തന്നെ സർവശിക്ഷ ഫൗണ്ടേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ 1023C5. ഞാൻ നേരത്തെ പറഞ്ഞു 1023C5. ഓക്കെ. ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഓൺസ് ആൻഡ് മാനേജസ് എ ഗുരുദ്വാര. ഓക്കെ, അവർക്കൊരു ഗുരുദ്വാര ഉണ്ട്. ദെൻ ഇറ്റ് റെൻസ് കമ്മ്യൂണിറ്റി ഹോൾ ലൊക്കേറ്റഡ് ഇൻ ദ പ്രിസിങ്സ് ഓഫ് ദ ഗുരുദ്വാര ഫോർ എ റെൻറ്റ് ഓഫ് 9,000 പെർ ഡേ ഫോർ എ മാരേജ് ഫംഗ്ഷൻ. അവർ ഒരു മാരേജ് ഫംഗ്ഷന് അവരുടെ കമ്മ്യൂണിറ്റി ഹോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മളറിയാം, ടാക്സബിൾ ആവണമെങ്കിൽ പെർ ഡേ 10,000 രൂപ വരണം. ഇതിപ്പോൾ 10,000 രൂപയ്ക്ക് താഴെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ദ കൺസിഡറേഷൻസ് ഓർ റിസീവ്ഡ് ഈസ് എക്സംപ്റ്റ് ഫ്രം GST ആസ് എ കൺസിഡറേഷൻ ഈസ് ലെസ് ദാൻ 10,000 പെർ ഡേ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിനകത്ത് നമ്മൾ A, B. ഒന്നാമത് പറഞ്ഞത് എന്താണ്? റിലീജിയസ് റിച്വൽസ് പഠിച്ച് എന്ത് ചെയ്യാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ പ്രീസ്റ്റ് പോലുള്ള ആൾക്കാർ ചെയ്യുന്ന സേവനങ്ങൾക്ക് കണ്ടക്ട് ഓഫ് റിലീജിയസ് സെറമണി അതിന് പൂർണ്ണമായിട്ടും എക്സംഷൻ ഉണ്ടാകും. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. വാടകയ്ക്ക് കൊടുക്കുന്നതിനും ഈ പറഞ്ഞതുപോലെ എന്തുണ്ടാകും? എക്സംഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്, അതിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ കണ്ടതാണ്. ഇതിൽ തന്നെ മൂന്നാമത്തെ പോയിന്റ് കൂടി നമുക്ക് നോക്കാം. സർവീസസ് ബൈ വേ ഓഫ് ട്രെയിനിങ് ഓർ കോച്ചിങ്. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. എന്ത് ക്ലാസ് എടുക്കുന്നു? ഈ ക്ലാസ് എടുത്ത് കൊടുത്താൽ അതിന് GST എക്സംഷൻ ഉണ്ട്. എന്ത് ക്ലാസ് എടുത്ത് കൊടുത്താലാണ്? നോക്കൂ, റീക്രിയേഷണൽ ആക്ടിവിറ്റി, നൈസർഗികമായ പ്രവർത്തനങ്ങൾ, ഓക്കെ, റിലേറ്റിംഗ് ടു ആർട്സ് ഓർ കൾച്ചർ ബൈ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ആർട്സ്, കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചർ, സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പഠിപ്പിച്ചു കൊടുത്താൽ, ഇപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം, കേരള കലാമണ്ഡലം അത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഡാൻസ് സ്കൂളുകൾ, ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? എക്സംഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ആര് ചെയ്താലാണ് എക്സംഷൻ ഉണ്ടാവുക?
by an individual. So recreational activities relating to arts or culture, yes, by an individual. ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഞാൻ ഈ പറയുന്ന പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആസ് ആൻ ഇൻഡിവിജ്വൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? എക്സംപ്റ്റഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇനി സ്പോർട്സ്, ക്രിക്കറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഫുട്ബോൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എക്സംപ്റ്റഡ് ആകുമോ? യെസ്, അതിനും എക്സംഷൻ ഉണ്ട്. പക്ഷേ ഇത് ആര് പഠിപ്പിച്ചാൽ? ബൈ ചാരിറ്റബിൾ എൻറ്റിറ്റി രജിസ്റ്റേർഡ് അണ്ടർ 12AA or 12AB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. സോ അത് അത്തരം സ്ഥാപനങ്ങളായിരിക്കണം സ്പോർട്സ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനും ഈ പറഞ്ഞതുപോലെ എന്തുണ്ടായിരിക്കും? എക്സംഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, training or coaching relating to sports has a restricted scope. Here, exemption is available only when said services are provided by a charitable entity registered under 12AA or 12AB of the Act. So, അത് സ്പോർട്സ് ആണ് എന്നുണ്ടെങ്കിൽ 12AA അല്ലെങ്കിൽ 12AB രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള സ്ഥാപനം സ്പോർട്സ് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ എക്സംഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഫർദർ, training or coaching relating to all forms of arts, culture or sports is covered under this entry, namely dance, music, sculpture making, literary activity, theatre, etc. of any school, traditional language or of any. Okay, so adana karyam. ഒരു എക്സാമ്പിൾ നോക്കാം. മാനവദാസ് സൻസ്ഥാൻ, എ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 has organized a basketball training camp for teenagers. സോ ഇവർ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇവർ ബാസ്കറ്റ്ബോൾ ട്രെയിനിങ്, ബാസ്കറ്റ്ബോൾ ഒരു സ്പോർട്സ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നടത്തിയിരിക്കുന്നത് 12AB രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ GST വുഡ് ബി എക്സംപ്റ്റ് ഓൺ ദി സെയിം ആസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ എൻറ്റിറ്റി ബൈ വേ ഓഫ് ട്രെയിനിങ് ഓർ കോച്ചിങ് ഓഫ് സ്പോർട്സ് ആർ എക്സംപ്റ്റ് എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നാലാമത്തെ പോയിന്റ്, services by a specified organization in respect of a religious pilgrimage. നമ്മൾ നേരത്തെ ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ കാര്യം പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, ഈ റിലീജിയസ് പിൽഗ്രിമേജ്, തീർത്ഥാടന യാത്ര ചെയ്യുന്നത് ഒരു അഡ്വാൻസ്മെൻറ്റോ റിലീജിയൻ ആണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നായിരുന്നു. അപ്പോൾ അവിടെ വ്യക്തമായി പറഞ്ഞായിരുന്നു, നിങ്ങൾ റിലീജിയസ് പിൽഗ്രിമേജ് ചെയ്യുന്നത് ടാക്സബിൾ ആണ്, പക്ഷേ എക്സെപ്റ്റ് മെൻഷൻ അണ്ടർ 0.4 ബിലോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 0.4 ഇവിടെ പറയുകയാണ്, ചില തീർത്ഥാടന യാത്രകൾക്ക് GST എക്സംഷൻ ഉണ്ട്. അത് ആര് ചെയ്യുന്ന തീർത്ഥാടന യാത്ര എന്നുള്ളതാണ് ചോദ്യം. ആര് സംഘടിപ്പിക്കുന്ന തീർത്ഥാടന യാത്ര? ചില സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ചില നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻ്റെ കാർമ്മികത്വത്തിൽ, അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീർത്ഥാടന യാത്രയാണെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ആ സ്ഥാപനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് നടത്തുന്ന റിലീജിയസ് പിൽഗ്രിമേജുകൾക്ക് എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്. സോ ആ ചില ഓർഗനൈസേഷൻ, സോ ഏതൊക്കെയാണ് ആ ഓർഗനൈസേഷൻ? ഒന്ന്, കുമയൂൺ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡ് അഥവാ KMVN ലിമിറ്റഡ്, എ ഗവൺമെൻറ് ഓഫ് ഉത്തരാഖണ്ഡ് അണ്ടർടേക്കിംഗ്. സോ ഈ KMVAN സോ ഇത് ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്, കുമയൂൺ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡ്. ഇവർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ KMVN സപ്ലൈസ് ന്യൂമറസ് സർവീസസ്, നെയിംലി മെഡിക്കൽ ഫെസിലിറ്റി, കാറ്ററിംഗ് സർവീസസ്, സെക്യൂരിറ്റി അക്കോമഡേഷൻ സർവീസസ് എക്സെട്ര ടു പിൽഗ്രിംസ് അണ്ടർടേക്കിംഗ് കൈലാശ മാനസ സരോവർ പിൽഗ്രിമേജ്. കൈലാസ മാനസ സരോവർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹിന്ദു മിത്തോളജി പ്രകാരം പരമശിവൻ്റെ വാസസ്ഥലമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലമാണ് ഈ കൈലാസം. അവിടെ മാനസ സരോവരം എന്ന് പറയുന്ന ഒരു തടാകവുമുണ്ട്. സോ കൈലാസ മാനസ സരോവർ എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർ, പരമശിവനെ ആരാധിക്കുന്ന ആൾക്കാർ ധാരാളമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്. സോ ആ യാത്ര പോകുന്ന ആൾക്കാരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ കുമയൂൺ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡ്. അവർ ഈ യാത്ര പോകുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. കാരണം കൊടും തണുപ്പാണ്. കൈലാസ ഈ പറഞ്ഞതുപോലെ ഈ ഹിമാലയത്തിലാണ് ഈ സംഭവം. അതുപോലെ തന്നെ അവർക്ക് കാറ്ററിംഗ് സർവീസ്, ഫുഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സെക്യൂരിറ്റി അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്തരം സേവനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ കമ്മിറ്റി ഓർ സ്റ്റേറ്റ് കമ്മിറ്റി
ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 ഓഫ് ഹജ്ജ് കമ്മിറ്റി 2000. ഹജ്ജിന് യാത്ര പോകുന്ന ഹജ്ജ് യാത്ര ഒരു തീർത്ഥാടന യാത്രയാണ്. സോ ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹജ്ജ് കമ്മിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓരോ സ്റ്റേറ്റിലും ഹജ്ജ് കമ്മിറ്റികളുണ്ട്. ആ ഹജ്ജ് കമ്മിറ്റികൾ ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരം സർവീസുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. സോ ഈ 2 സ്ഥാപനങ്ങളെയാണ് പ്രധാനമായും ഇവിടെ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. വേറെ ഒരു സ്ഥാപനം നടത്തുന്ന തീർത്ഥാടന യാത്രയ്ക്കും GST എക്സംഷൻ ഉണ്ടായിരിക്കുന്നതല്ല. സോ കുമയൂൺ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡും അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന തീർത്ഥാടന യാത്രകൾക്കാണ് GST എക്സംഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ നമ്മൾ 4 പോയിൻ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, സോ നമ്മളിനി അടുത്തത് കുറച്ച് റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങിൻ്റെ റെൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സർവീസാണ്. അതായത് വീട്, കെട്ടിടങ്ങൾ ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു റിലീജിയസ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സ്ഥാപനം അവരുടെ കെട്ടിടങ്ങളും റൂമൊക്കെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന് എക്സംഷൻ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മറ്റുള്ളവരുടെ കാര്യം പറയുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ കാര്യമല്ല, മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇപ്പം ഞാനോ നിങ്ങളോ ഒക്കെ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ്, ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അതിന് എക്സംഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളാം. സർവീസസ് ബൈ വേ ഓഫ് റെൻറ്റിങ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്. റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വീട്, അതായത് നമ്മൾ ബിൽഡിംഗ് സാധാ കമേർഷ്യൽ ബിൽഡിംഗ് എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് താമസിക്കാനുള്ള വീട് വാടകയ്ക്ക് കൊടുത്താൽ ഫോർ യൂസ് ആസ് റെസിഡൻസ് അത് എക്സംപ്റ്റഡ് ആണ്. എക്സെപ്റ്റ്, പക്ഷെ അതിനും എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് വെയർ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഈസ് റെൻറ്റഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ. എന്നാൽ അതേസമയം ഇതേ വീട് നമ്മളൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള, അതായത് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരാളുടെ വീട്ടാവശ്യത്തിനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ ആവും. അപ്പോൾ ഇതല്ലാതെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ്. സോ ഒരു വീട് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇതിലൊരു ചെറിയ പലതരത്തിലുള്ള സംശയങ്ങൾ വരാം. ഇപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ ഉള്ള ആളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ എനിക്ക് വാടകയ്ക്ക് തന്നു. എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ ഞാനും എൻ്റെ ഫാമിലിയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ ആ വീട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ബിസിനസ് ആവശ്യത്തിനൊന്നും അല്ല. എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഞാൻ ആ വീട് ഉപയോഗിക്കുന്നത് എൻ്റെ റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ? ഈ ഒരു ചോദ്യമോടെ വരാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, നോക്കൂ. ഫോർ ദ പർപ്പസ് ഓഫ് എക്സംപ്ഷൻ അണ്ടർ ദിസ് എൻട്രി ഷാൽ കവർ സർവീസസ് ബൈ വേ ഓഫ് റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ where the registered person is proprietor of a proprietorship concern and rent the residential dwelling in his personal capacity for use as his own residence, and such renting is on his own account and not that of proprietorship concern. അതായത് ഞാൻ പറഞ്ഞ പോയിൻ്റാണ്. അതായത് നിങ്ങൾ എനിക്ക് വീട് വാടകയ്ക്ക് തന്നു, എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഈ വാടകയ്ക്കെടുത്ത വീട് ഞാൻ ഓഫീസായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, എൻ്റെ ഗോഡൗണായിട്ടോ ഓഫീസായിട്ടോ മറ്റ് ബിസിനസ് കമേർഷ്യൽ ആവശ്യങ്ങൾക്കല്ല ഞാൻ ആ വീട് ഉപയോഗിക്കുന്നത്. പകരം ആ വീട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ്. ഞാനും എൻ്റെ കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ അത് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ എന്നുള്ളതാണ് ഇവിടെ പറയാണ്. ദാറ്റ് എൻട്രി കവേഴ്സ് സച്ച് സർവീസസ് ഓൾസോ എന്ന് വെച്ചാൽ അത് എക്സംപ്റ്റഡ് ആണ്. അതായത് നിങ്ങൾ എനിക്ക് വാടകയ്ക്ക് തന്ന വീട് ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആവില്ലായിരുന്നു, ദാറ്റ് ഈസ് ടാക്സബിൾ. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ട് ഞാനും എൻ്റെ കുടുംബമല്ലേ അവിടെ താമസിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് പറഞ്ഞ പോയിന്റ്. ഇനി നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് എൻട്രി ഷാൽ അപ്ലൈ ടു. നത്തിങ് കണ്ടെയ്ൻഡ് ദിസ് എൻട്രി ഷാൽ അപ്ലൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയുന്ന കേസുകളിൽ എക്സംപ്ഷൻ ഉണ്ടാവുകയില്ല. നോക്കൂ, അക്കോമഡേഷൻ സർവീസസ് ഫോർ സ്റ്റുഡൻസ് ഇൻ എ സ്റ്റുഡൻസ് റെസിഡൻസ്. ഇപ്പം എൻ്റെ വീട് ഞാനൊരു സ്റ്റുഡൻസ് റെസിഡൻസ്, അതായത് കുട്ടികളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം, നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വീടുകളിലൊക്കെ അടുത്തുള്ള PG ആയിട്ടും ഹോം സ്റ്റേ ആയിട്ടും ഹോസ്റ്റലൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നുണ്ട്. അതിന് GST എക്സംപ്ഷൻ ഉണ്ടോ? അതിന് ഈ പോയിൻ്റ് ബാധകമാണോ? ഇല്ല, അത് ടാക്സബിൾ തന്നെയാണ്. സോ അക്കോമഡേഷൻ സർവീസ്, കുട്ടികൾക്കാണ് നമ്മൾ ഇത്തരത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് റെസിഡൻസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഷാൽ ബി ടാക്സബിൾ.
അതുപോലെ അക്കോമഡേഷൻ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹോസ്റ്റൽസ്, ക്യാമ്പ്, പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻസ് ആൻഡ് ദി ലൈക്ക്. ഇതെല്ലാം തന്നെ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഇതിന് എക്സംഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ റെൻറ്റിങ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഈതർ ബൈ, ഇപ്പോൾ നമ്മൾ പഠിച്ചതിന് നമ്മളൊന്ന് സമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റെൻറ്റിങ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഈതർ ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ or an unregistered person for use as residence to unregistered person is exempt from GST. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും തന്നെ എന്ത് തന്നെ ആയിരിക്കും? എക്സംപ്റ്റഡ് തന്നെ ആയിരിക്കും. അതിനൊരു സംശയം വേണ്ട. ഇനി നമ്മൾ റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഫോർ യൂസ് ആസ് റെസിഡൻസ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ പ്രൊപ്രൈറ്റർ കവേർഡ് ഇൻ എക്സ്പ്ലനേഷൻ അബോ ആസ് വെൽ ആസ് റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഫോർ കമേഴ്ഷ്യൽ യൂസ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് ലയബിൾ ടു GST. എന്നാൽ അതേസമയം നമ്മൾ രജിസ്റ്റേർഡ് വ്യക്തിക്കാണ് കൊടുക്കുന്നത്, പക്ഷേ അയാൾക്കത് നമ്മളയാളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് അവിടെ എന്തായിരിക്കും? അത് ടാക്സബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. രജിസ്റ്റേർഡ് വ്യക്തിക്ക് നമ്മൾ അയാളുടെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? കമേർഷ്യൽ യൂസിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ടാക്സബിളായി മാറുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെ RCM ആപ്ലിക്കബിൾ ആകും. ഇപ്പോൾ പുതിയ പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. സോ ടാക്സ് ഓൺ റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് പേയബിൾ ബൈ ദി രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ റിവേഴ്സ് ചാർജ് വെദർ സച്ച് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഈസ് യൂസ്ഡ് ഫോർ കമേഴ്ഷ്യൽ പർപ്പസ് ഓർ റെസിഡൻഷ്യൽ പർപ്പസ്. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് വ്യക്തിക്ക് നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ എന്താവും? ടാക്സബിൾ ആവും. നമ്മൾ കണ്ടു അവിടെ RCM ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് ആ പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത് ചേർക്കപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മളിനി പറയുന്നത്. നോക്കൂ, സപ്ലൈ ഓഫ് അക്കോമഡേഷൻ സർവീസസ് ഹാവിംഗ് വാല്യൂ ഓഫ് സപ്ലൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20,000 per person per month provided that accommodation service is supplied for a minimum continuous period of 90 days. അപ്പോൾ നമ്മൾ വേറൊരു പോയിൻ്റ് പറയുകയാണ്, നമ്മൾ അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ അക്കോമഡേഷൻ സർവീസിന് നമ്മൾ ഈടാക്കുന്ന ചാർജ്, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20,000 per person per month. ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ 20,000 രൂപ പെർ മന്ത് എന്ത് ചെയ്യുന്നുള്ളൂ? ഈടാക്കുന്നുള്ളൂ എങ്കിൽ മാത്രവുമല്ല, വെറുതെ അക്കോമഡേഷൻ ഈസ് സപ്ലൈഡ് ഫോർ എ മിനിമം കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 90 days ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന സർവീസസ് പൂർണ്ണമായിട്ടും എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് സർവീസ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സപ്ലൈ ഓഫ് അക്കോമഡേഷൻ സർവീസസ് എന്നാണ്. ഈ അക്കോമഡേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് താമസം, ഭക്ഷണം എല്ലാം കൂടി. ഇപ്പോൾ ഹോസ്റ്റൽ സർവീസുകളെല്ലാം അക്കോമഡേഷൻ സർവീസായിട്ടാണ് കണക്കാക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20,000 per person per month. അതും എത്ര രൂപയ്ക്ക് താഴെയാണ്? ഈ സപ്ലൈഡ് ഫോർ എ മിനിമം കണ്ടിന്യൂസ് പ്രൊവൈഡഡ് അക്കോമഡേഷൻ സർവീസ് ഈസ് സപ്ലൈഡ് ഫോർ എ മിനിമം കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 90 days. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ സ്ഥാപനത്തിൽ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ദൂര സ്ഥലങ്ങളിൽ പഠിക്കാനായിട്ട് വരുമ്പോൾ തൊട്ടടുത്തുള്ള PG ഹോസ്റ്റലിലൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അവർക്ക് അവിടെ നിന്ന് അക്കോമഡേഷൻ സർവീസാണ് ലഭിക്കുന്നത്. ആ അക്കോമഡേഷൻ സർവീസ് അവർ മിനിമം 90 ദിവസത്തേക്കാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, മിനിമം 90 ദിവസത്തേക്കാണ്. അപ്പോൾ അത് കൂടുതൽ ആയിരിക്കണം. മാത്രവുമല്ല അവരുടെ റേറ്റ് എന്ന് പറയുന്നത് 20,000 rupees അതിൽ താഴെയോ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അതിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. അത് കുട്ടികളെന്നുള്ള വാക്ക് ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അക്കോമഡേഷൻ സർവീസ് എന്ന് പറയുമ്പോൾ പൊതുവെ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. യെസ്, സോ ഇതാണ് അതിനകത്ത് വന്നിരിക്കുന്ന 2 പോയിന്റുകൾ.